വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇനി കടക്കുന്നത്. പാലക്കാട്ടെ തോൽവിയിൽ ബിജെപിയിൽ പടയൊരുക്കം ശക്തമാകുന്നതിനിടെ രാജ്യസന്നദ്ധ അറിയിച്ച കെ സുരേന്ദ്രൻ. ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദയും ബി.എൽ. സന്തോഷിനെയുമാണ് രാജ്യസന്നദ്ധ അറിയിച്ചത്. തോൽവിയുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നതായി സുരേന്ദ്രൻ അറിയിച്ചു. എന്നാൽ രാജിവെക്കേണ്ടതില്ല എന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട്. വിവാദങ്ങൾക്കിടെ നേതൃയോഗം നാളെ എറണാകുളത്ത് ചേരും. കഴിഞ്ഞ ദിവസം തന്നെയാണ് ഇത്തരത്തിലുള്ള വലിയ പടലപ്പിണക്കങ്ങളൊക്കെ പുറത്തു വന്നത്. കെ സുരേന്ദ്രൻ പാലക്കാട്ടെ സ്ഥാനാർത്ഥി നിർണയം ഏകപക്ഷീയമായിരുന്നു എന്ന ആക്ഷേപം പാർട്ടിയിൽ ഒരു വിഭാഗത്തിനുണ്ടായിരുന്നു. അത് നേരത്തെ തന്നെ പുറത്തായതാണ്. ഒപ്പം പാർട്ടിയിലെ പടലപ്പിണക്കങ്ങളാണ് വോട്ട് ചോർത്തിയതെന്ന് പ്രധാന വിമർശനം ഉണ്ടായിരുന്നു. ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് ഒഴിവാക്കിയത് തിരിച്ചടിയായെന്ന് കരുതുന്നവരുമുണ്ട്. ഇതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ രാജ്യസന്നദ്ധ അറിയിച്ചിരിക്കുന്നത് കെ സുരേന്ദ്രൻ എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. വി വിനോദ് ചേരുന്നു വിവരങ്ങളുമായി. വിനോദ്, പറഞ്ഞതുപോലെ തന്നെ പാലക്കാട്ടെ സ്ഥാനാർത്ഥി നിർണയം അത് ഏകപക്ഷീയമായിരുന്നു എന്നൊരു ആക്ഷേപം പാർട്ടിയിലെ ഒരു വിഭാഗം നേരത്തെ ഉയർത്തിക്കഴിഞ്ഞു. അതോടൊപ്പം പാർട്ടിയിലെ പടലപ്പിണക്കം അത് നേരത്തെ വാർത്താ ശ്രദ്ധ നേടിയ ഒന്നാണ്. ഇപ്പോഴിതാ സ്ഥാനം തെറിക്കുമോ കെ സുരേന്ദ്രൻ എന്ന ചോദ്യം നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന സമയത്ത് ഇപ്പോൾ താൻ രാജ്യസന്നദ്ധ അറിയിക്കുകയാണെന്ന് സുരേന്ദ്രൻ പറയുന്നു. എന്ത് സംഭവിക്കും, എന്ത് പ്രതീക്ഷിക്കണം? ഭവ്യ, കേന്ദ്ര നേതൃത്വത്തെയാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ രാജ്യസന്നദ്ധ അറിയിച്ചിരിക്കുന്നത്. ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ, അതോടൊപ്പം തന്നെ ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി ബി.എൽ. സന്തോഷ് എന്നിവരെയാണ് രാജ്യസന്നദ്ധത അറിയിച്ചിരിക്കുന്നത്. പാലക്കാട്ടെ തോൽവി, ഇതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് രാജിയിലേക്ക് പോകാനുള്ള തീരുമാനം. കഴിഞ്ഞ കുറേ കാലമായി സുരേന്ദ്രനെതിരെയുള്ള പടയൊരുക്കം പാർട്ടിയിൽ നടക്കുകയായിരുന്നു. എന്നാൽ തൃശ്ശൂരിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വിജയം, അത് സുരേഷ് ഗോപിയുടെ വിജയത്തോടുകൂടി സുരേന്ദ്രൻ കൂടി കൂടുതൽ സുരക്ഷിതനാവുകയായിരുന്നു. എന്നാൽ പാലക്കാട്ടെ കനത്ത തോൽവി, അത് വിജയം പ്രതീക്ഷിച്ചിരുന്ന സ്ഥലത്താണ് വലിയ വോട്ട് ശതമാനത്തിലുള്ള തോൽവി ഉണ്ടാകുന്നത്. ഇത് സുരേന്ദ്രൻ്റെ മാത്രം ഉത്തരവാദിത്വത്തിലേക്ക് കാര്യങ്ങളെ മാറ്റിക്കൊണ്ടുപോവുകയാണ്. സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിൽ ഏകപക്ഷീയമായ തീരുമാനം കൈക്കൊണ്ടു എന്ന് തന്നെയാണ് വിമർശനം. മാത്രമല്ല, എൻ ശിവരാജൻ അടക്കം മുതിർന്ന നേതാക്കൾ, പാലക്കാട് ജില്ലയിൽ നിന്ന് തന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ സുരേന്ദ്രൻ്റെ നടപടികളെ വിമർശിക്കുന്നില്ലെങ്കിലും സ്ഥാനാർത്ഥിക്കെതിരെയുള്ള ആരോപണവുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ രംഗത്തെത്തിയിരുന്നു. താഴെത്തട്ടിൽ, അടിത്തട്ടിൽ ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കണം, സ്റ്റേജിലെ പ്രവർത്തനമല്ല വേണ്ടത് എന്ന് പറയുന്നു. അതായത് ഈ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നത് സുരേന്ദ്രനാണ്. ഏകോപനം മുഴുവൻ സുരേന്ദ്രൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത് സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ കെ സുരേന്ദ്രനായിരുന്നു. മറ്റ് നേതാക്കൾക്കെല്ലാം തന്നെ ഇതിൽ അമർഷമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം സി കെ പത്മനാഭൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പറഞ്ഞത് ഈഗോ മാറ്റിവെച്ച് നേതാക്കൾ പ്രവർത്തിക്കണമെന്നാണ്. ഈ തോൽവിക്ക് പിന്നാലെ സുരേന്ദ്രനെതിരെയുള്ള വിഭാഗം അവരുടെ ആയുധങ്ങൾ മൂർച്ച കൂട്ടുകയും സുരേന്ദ്രനെതിരെയുള്ള ആരോപണങ്ങൾ കടുപ്പിക്കുകയും ചെയ്തിരുന്നു. നാളെ സംസ്ഥാന നേതൃയോഗം കൊച്ചിയിൽ ചേരുന്നുണ്ട്. അതിനു മുൻപ് തന്നെ ദേശീയ നേതൃത്വത്തെ വലിയ തോതിൽ സുരേന്ദ്രൻ്റെ പ്രവർത്തനങ്ങളിലെ യോജിപ്പില്ലായ്മ അല്ലെങ്കിൽ ഇവർക്കുള്ള എതിർപ്പ് അത് അറിയിക്കുക എന്ന ഒരു തീരുമാനം കൂടിയുണ്ട്. മാത്രമല്ല, ഒരു പുതിയ ശാക്തിക ചേരി കൂടി ബി.ജെ.പിക്കുള്ളിൽ രൂപം കൊള്ളുന്നുണ്ട്. എം.പി എന്ന നിലയിൽ ബി.ജെ.പിക്ക് നേട്ടമുണ്ടാക്കി കൊടുത്ത സുരേഷ് ഗോപി, അതോടൊപ്പം തന്നെ ചെറിയ വോട്ടിന് തിരുവനന്തപുരത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട രാജീവ് ചന്ദ്രശേഖർ, ഇരുവർക്കും കേന്ദ്ര നേതൃത്വവുമായി വലിയ അടുപ്പമുണ്ട്. ഈ രണ്ടുപേരും ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തിൻ്റെ പല പ്രവൃത്തികളോടും യോജിപ്പില്ലാത്തവരാണ്. ഇവരുമായി കൂടിയാലോചനകളില്ല, മറ്റ് മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചനകളില്ല. മാത്രമല്ല, പി.കെ. കൃഷ്ണദാസ് വിഭാഗം ഈ നേതാക്കളോട് അടുത്തു നിൽക്കുകയും ഇവരെ കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സുരേന്ദ്രന്റെ നില പരിങ്ങലിൽ എന്ന് തന്നെ പറയേണ്ടി വരുന്നു. തീർച്ചയായും വിനോദ, ഇവിടെ പ്രധാനപ്പെട്ട കാര്യം നോക്കൂ, എൻ ശിവരാജൻ ഇന്നലെ സി കൃഷ്ണകുമാറിനെതിരെ തുറന്നടിച്ച് നമ്മൾ കണ്ടതാണ്. പക്ഷേ ആ ആരോപണ മുന നീളുന്നത് ഉറപ്പായും കെ സുരേന്ദ്രനിലേക്കാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനപ്പുറത്തേക്ക് ഇന്നലെ സന്ദീപ് ബചസ്പതി അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: സുരേന്ദ്രൻ തന്നെ പ്രചാരണം നയിച്ചിട്ടും പാലക്കാട് വോട്ട് ചോർച്ചയുണ്ടായത് ഗൗരവമായി പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സംസ്ഥാന വക്താവ് കൂടിയായ സന്ദീപ് ബചസ്പതി രംഗത്ത്. അത് നമ്മൾ ഇന്നലെ കണ്ടു. ഇതൊക്കെ, ഈ ആരോപണ മുനകളൊക്കെ നീങ്ങുന്നത് സ്വാഭാവികമായും കെ സുരേന്ദ്രൻ നേരെയാണ്. അപ്പോൾ കെ സുരേന്ദ്രന്റെ നില സംസ്ഥാന ബി.ജെ.പിയിൽ അത് പരിങ്ങലിലാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത്? പ്രത്യേകിച്ച് നേതൃത്വം തന്നെ അദ്ദേഹത്തിന് നേരെ കൈ ചൂണ്ടുന്ന സാഹചര്യത്തിൽ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ രാജ്യസന്നദ്ധ അറിയിച്ച് കെ സുരേന്ദ്രൻ തന്നെ രംഗത്ത് വന്നത്. കഴിഞ്ഞ കുറെ കാലമായി സുരേന്ദ്രന്റെ പ്രവർത്തനങ്ങളോട് വിയോജിപ്പുള്ള നേതൃത്വം ഒരു വശത്തുണ്ട്. അതായത് ഔദ്യോഗിക വിഭാഗത്തിനെതിരെ നിൽക്കുന്ന, പ്രത്യേകിച്ച് ശോഭാ സുരേന്ദ്രനെ പോലുള്ള നേതാക്കൾ പലകുറി സുരേന്ദ്രനെതിരെയുള്ള നിലപാടുമായി രംഗത്ത് വന്നിട്ടുണ്ട്. പരസ്പരം ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്.
ഒരു മണ്ഡലത്തിൽ ശോഭ ശ്രദ്ധിക്കുന്നില്ല എന്ന ആരോപണം സുരേന്ദ്രൻ ഉയർത്തിയിട്ടുണ്ട്. പലപ്പോഴും സേഫായ മണ്ഡലം അല്ലെങ്കിൽ കഴക്കൂട്ടം പോലുള്ള മണ്ഡലങ്ങളിലേക്ക് മത്സരിക്കാനുള്ള താല്പര്യം, ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള താല്പര്യമൊക്കെ ശോഭ കാണിക്കുമ്പോൾ അവിടെ നിന്ന് ശോഭയെ മാറ്റുന്നു എന്നതിനെ, അല്ലെങ്കിൽ സ്വാധീനമില്ലാത്ത ഇടങ്ങളിലേക്ക് ശോഭയെ മാറ്റുന്നു. പക്ഷേ അവിടെയും കരുത്ത് തെളിയിച്ചുകൊണ്ടുള്ള നിലയിലേക്ക് ശോഭാ സുരേന്ദ്രന്റെ ഒരു രീതിയും മത്സരവും ഒക്കെ മാറുന്ന കാര്യമുണ്ട്. ഇത് ഒരു നേതാവിന്റെ കാര്യമാണ്. ഈ തരത്തിൽ എം ഡി രമേശ് ആകട്ടെ അല്ലെങ്കിൽ കൃഷ്ണദാസ് ആകട്ടെ പല നേതാക്കൾക്കും സുരേന്ദ്രന്റെ ചെയ്തിയോട് എതിർപ്പുണ്ട്. മുരളീധരന്റെ തണലിൽ വളർന്നു വന്ന ഒരു നേതാവാണ് സുരേന്ദ്രൻ. മുരളീധരൻ 2 ടൈം അധ്യക്ഷ പദം അലങ്കരിച്ച ശേഷം അദ്ദേഹം ആ പദവിയിൽ നിന്ന് മാറുമ്പോൾ കേന്ദ്രമന്ത്രിയായി പോകുമ്പോൾ തൊട്ട് പിന്നാലെ ആ കസേരയിലേക്ക് എത്തുന്ന ആളാണ് സുരേന്ദ്രൻ. സുരേന്ദ്രന്റെ ടീമും ഇതിനകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. എന്നാൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഈ സംസ്ഥാന അധ്യക്ഷന്മാരെ മാറ്റേണ്ടതില്ല. ചില സംസ്ഥാനങ്ങളിലെങ്കിലും അധ്യക്ഷന്മാരെ മാറ്റേണ്ടതില്ല. തീർച്ചയായും അവിടെയാണ് പ്രധാനപ്പെട്ട കാര്യം വിനോദ്. കാരണം ഇന്നലെ വിനോദ് തന്നെ സൂചിപ്പിച്ചു, വി മുരളീധരന്റെ തണലിൽ വളർന്നു വന്ന നേതാവാണ് കെ സുരേന്ദ്രൻ എന്ന്. ആ വി മുരളീധരൻ തന്നെ ഇന്നലെ ഒരു കൈവിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കെ സുരേന്ദ്രൻ. അത് കെ സുരേന്ദ്രൻ പക്ഷത്തിന് വലിയ ആശങ്കയിലേക്ക് കൊണ്ടെത്തിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. അതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണോ ഇത്തരം ഒരു രാജ്യസന്നദ്ധ അദ്ദേഹം അറിയിച്ചതെന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഇന്ന് 12 മണിക്ക് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അപ്പോൾ ഒരു നിർണായക തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണോ നമ്മൾ? തീർച്ചയായും ഈ വാർത്താ സമ്മേളനത്തിൽ രാജിയുടെ കാര്യം അദ്ദേഹം പറയുമോ എന്നത് വ്യക്തമല്ല. ഏതായിരുന്നാലും രാജ്യസന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അത് ഇന്ന് തന്നെ രാജിയിലേക്ക് പോകുമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമോ, അക്കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമല്ല. ഏതായിരുന്നാലും കേന്ദ്ര നേതൃത്വവുമായി അദ്ദേഹം ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഭവ്യ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം ഈ തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദിത്വം അത് മഹാരാഷ്ട്രയുടെ ചുമതലയായിരുന്നു. തനിക്ക് കേരളത്തിലെ കാര്യങ്ങൾ അധ്യക്ഷനോട് ചോദിക്കണം എന്ന ഒരു മറുപടി പറഞ്ഞ് വി മുരളീധരൻ ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഇത് സ്വാഭാവികമായും ഇരുവർക്കിടയിലും അകൽച്ചയുണ്ട് എന്ന ഒരു പ്രതീതി ഉണ്ടാക്കി. മാത്രമല്ല, സി രഘുനാഥ് അദ്ദേഹം വി മുരളീധര പക്ഷ നേതാവാണ്. സി രഘുനാഥാണ് തിരഞ്ഞെടുപ്പ് ചുമതല ഉണ്ടായിരുന്നത് പാലക്കാട്ട്. സി രഘുനാഥ് ഈ ഏകോപനവും വോട്ട് സമാഹരിക്കുന്നതിലെ പ്രവർത്തനങ്ങളും അതിൽ വീഴ്ച വരുത്തി എന്നൊരു വിലയിരുത്തലുണ്ട്. സുരേന്ദ്രൻ അവിടെ നിന്ന് കാര്യങ്ങൾ ഏകോപിപ്പിക്കുമ്പോൾ ഒപ്പമുണ്ടായിരുന്ന രഘുനാഥിന്റെ ഭാഗത്ത് നിന്ന് കാര്യമായ പ്രവർത്തനം ഉണ്ടായില്ല എന്ന ഒരു വിമർശനം കൂടി പല കോണുകളിൽ നിന്നായി ഉയർന്നു വരുന്നു. വി മുരളീധരന്റെ ഏറ്റവും അടുപ്പക്കാരിൽ ഒരാളാണ് രഘുനാഥ്. അങ്ങനെയുള്ള ചില ചേരിതിരിവുകൾ കൂടി ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്. അതായത് ഔദ്യോഗിക ഗ്രൂപ്പിൽ തന്നെ ഒരു ഭിന്നത എന്ന നിലയ്ക്ക് കാര്യങ്ങൾ എത്തുന്നു. മാത്രമല്ല, സുരേന്ദ്രൻ സ്ഥാനം ഒഴിഞ്ഞാൽ പിന്നെ ആര് എന്ന ചോദ്യം കൂടി അവശേഷിക്കുന്നുണ്ട്. ഒരുപക്ഷെ വി മുരളീധരന്റെ പേര് പോലും വീണ്ടും പറഞ്ഞു കേൾക്കുന്നു. കാരണം അദ്ദേഹം നേരത്തെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ആളാണ്. എന്നാൽ മുരളീധരന്റെ പെരുമാറ്റം അതുതന്നെയാണ് സുരേന്ദ്രനും തുടരുന്നതെന്ന ആരോപണമാണ്. കാരണം കോർപ്പറേറ്റ് മുതലാളിയെപ്പോലെ പാർട്ടി പ്രവർത്തകരോട് ഇടപെടുന്നു എന്ന ആക്ഷേപം കേട്ട ആളാണ് മുരളീധരൻ. സാധാരണ പ്രവർത്തകരോട് അടുത്തിടപഴകുന്നില്ല, സാധാരണക്കാരെ മൈൻഡ് ചെയ്യാറില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങൾ നേരിട്ടുള്ള ആളാണ് വി മുരളീധരൻ. എന്നാൽ ഈ സംഘടനാ സംവിധാനം ഇരു നേതാക്കളുടെ കൈകളിലൂടെ സഞ്ചരിക്കുമ്പോൾ വോട്ട് ഷെയർ കൂടി എന്നത് ഒരു വശത്തുണ്ട്. അത് ക്രമാനുഗതമായി BJPക്ക് വളർച്ചയുണ്ടാക്കി എന്നൊരു വസ്തുതയുണ്ട്. മാത്രമല്ല, ഇതോടൊപ്പം ചേർത്ത് കാണേണ്ടത് പുതിയ പേരുകൾ ഏതെങ്കിലും സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമോ എന്നത് കൂടിയാണ്. തീർച്ചയായും. അതോടൊപ്പം തന്നെ വിനോദ്, നാളെ BJP നേതൃയോഗം കൊച്ചിയിൽ ചേരുകയാണ്. അപ്പോൾ ഈ നേതൃയോഗത്തിൽ തനിക്കെതിരെ ശബ്ദമുയരും, പല ഭാഗത്തു നിന്നും ശബ്ദമുയരുമെന്ന് കണ്ട് ഒരു മുൻകരുതൽ എടുത്തതാണോ കെ സുരേന്ദ്രൻ എന്ന് ചോദിച്ചു പോവുകയാണ്. തീർച്ചയായും വിമർശനം ഉയരുമെന്ന കാര്യം ഉറപ്പാണ്. നാളെ സംഘടനാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് കൊച്ചിയിലെ യോഗം വിളിച്ചിട്ടുള്ളത്, സംസ്ഥാന നേതൃയോഗം വിളിച്ചിട്ടുള്ളത്. എന്നാൽ പാലക്കാട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതിൽ ഉയർന്നു വരും എന്നത് ഉറപ്പാണ്. മറ്റൊരു കാര്യം കൂടി ഈ സാഹചര്യത്തിൽ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. BJP RSSുമായി ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യം അത് സംസ്ഥാനത്തെ ഒരു കാര്യമല്ല. ദേശീയ തലത്തിൽ തന്നെ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് മുതൽ RSSും BJPയുമായി തെറ്റി നിൽക്കുകയാണ്. അത് അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ചില പരാമർശങ്ങളാണ്. RSSന്റെ സഹായം ഇല്ലാതെ തന്നെ BJPക്ക് രാജ്യത്ത് ഭരിക്കാൻ കഴിയും, ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാൻ കഴിയുമെന്നുള്ള ചില പ്രഖ്യാപനങ്ങൾ ഇത് മോഹൻ ഭാഗവതിനെ ചൊടിപ്പിക്കുകയും അദ്ദേഹം പരിപൂർണമായി തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിന്ന് പല സംസ്ഥാനങ്ങളിലും RSS പ്രവർത്തകർ മാറി നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇവിടെയും ആ തരത്തിൽ തന്നെയാണ്. സുഭാഷ് ആയിരുന്നു സംഘടനാ ജനറൽ സെക്രട്ടറിയായി ഉണ്ടായിരുന്നത്. അദ്ദേഹത്തെ RSS തിരിച്ചു വിളിച്ചിരുന്നു. അതിനുശേഷം ഒരു സംഘടനാ ജനറൽ സെക്രട്ടറിയെ ഇതുവരെ BJPയിലേക്ക് അയച്ചിട്ടില്ല. ഇതും വലിയ വെല്ലുവിളി ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഏതായിരുന്നാലും ഇത്തരം കാര്യങ്ങളൊക്കെ സുരേന്ദ്രൻ പ്രതിരോധമായി എടുത്തു വയ്ക്കുമെങ്കിലും അതൊന്നും കൊണ്ട് എതിർചേരി തൃപ്തരാകുമെന്ന് കരുതുക വയ്യ. മാത്രമല്ല, സുരേന്ദ്രന്റെ ഏകാധിപത്യ പ്രവണതയാണ് ഇത്ര വലിയ തോൽവി ഉണ്ടാക്കിയതെന്ന വാദത്തിൽ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്യും. മറ്റ് വാദങ്ങളൊക്കെ
സുരേന്ദ്രൻ നിരത്തിയാൽ പോലും അതൊന്നും തന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വില പോകില്ല. മാത്രമല്ല സുരേന്ദ്രന്റെ ആദ്യത്തെ ടേൺ കഴിഞ്ഞ് അദ്ദേഹത്തിന് സമയം നീട്ടി നൽകിയതാണ്. ഇങ്ങനെ ഒരു തോൽവി കൂടി വരുമ്പോൾ തന്റെ സ്ഥാനം സുരക്ഷിതമല്ലെന്ന് സുരേന്ദ്രൻ കൂടി തിരിച്ചറിയുന്നുണ്ട്. ഭവ്യ, തീർച്ചയായും അതാണ്. എന്തായാലും പാലക്കാട്ടെ പടലപ്പിണക്കം മുറുകുമ്പോൾ കെ സുരേന്ദ്രന് സ്ഥാനം തെറിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇന്ന് എന്തായാലും 12 മണിക്ക് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട്.